അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ജുമാന. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയ ഗുവാക്കമോളെ സാൻഡ്വിച്ച് ആണ്. ആദ്യം തന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 അവക്കാഡോ, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു ചെറിയ കഷ്ണം നാരങ്ങ, ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഒറിഗാനോ 1/2 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 അല്ലെങ്കിൽ 4 ബ്രെഡ് സ്ലൈസസ്, 3 ടീസ്പൂൺ ബട്ടർ, മുട്ട 1-2, ചില്ലി ഫ്ലേക്സ് കുറച്ച് പിഞ്ചസ്, ഓംലെറ്റിന് ആവശ്യമായ ഉപ്പ്. ആദ്യം തന്നെ നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് അവക്കാഡോ നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കാം. ഇനി ഈ മാഷ് ചെയ്തതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച അരക്കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജീരകം പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഗരം മസാല പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അരമുറി നാരങ്ങ പിഴിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗുവാക്കമോളെ റെഡിയാകും. ഇത് നമുക്ക് സാലഡായിട്ട് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് സാൻഡ്വിച്ചായിട്ടാണ് എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ 2 ബ്രെഡ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു അളവിന് 4 ബ്രെഡ് സ്ലൈസിൽ വരെ നമുക്കിത് സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈവൻലി എല്ലായിടത്തും എത്തുന്നത് പോലെ നല്ലപോലെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ബട്ടർ ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്കൊരു മുട്ട ഒടിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും ഓപ്ഷണലാണ്. കുട്ടികൾക്കാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ട ഒന്ന് തിരിച്ചിട്ട് അടിയിലും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ. ബുൾസൈ പോലെയാണെങ്കിൽ അങ്ങനെ ആക്കിയിട്ടും ചെയ്യാം. ഇത് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലോട്ട് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വേണമെങ്കിൽ സ്കിപ്പും ചെയ്യാം. നമുക്ക് മുട്ട ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മുട്ട കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി പ്രോട്ടീനും നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഈ സാൻഡ്വിച്ച് ക്ലോസ് ചെയ്തിട്ട് ഇനി നമുക്കൊരു ടീസ്പൂൺ ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. അത് നമുക്ക് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നല്ലോണം. അതിൻ്റെ സ്റ്റഫിങ്സൊക്കെ ഒന്ന് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും മൊരിച്ചതിന് ശേഷം ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ പല കട്ടറും കിട്ടുമല്ലോ, അതൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് നല്ല മനോഹരമാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.